ശരിക്കും ഇത് 45 lakhs ആണ് വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ്. 18 ലക്ഷം രൂപ ഇന്റീരിയറിനായിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പ് വന്നിരിക്കുന്നത് 7 lakhs ആണ് വന്നിരിക്കുന്നത്. നമ്മളുടെ വെല്ലിന്റെ അവിടെ ഇവരെ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിനൊരു അങ്ങനൊരു കാരണം? അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അതിനൊരു കാരണം ഉണ്ടായത്. എല്ലാവർക്കും സംശയമാണ്, വീടിന് അയൺ ഡോർ കൊടുക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? എന്താണ് അജിംഷയുടെ അഭിപ്രായം? അവരുടെ നെയിം ബോർഡിനകത്തുനിന്ന് ഫസ്റ്റ് പ്രൈവറ്റ് സ്പേസ്, ഇത് ഓൾറെഡി ഇതിങ്ങനെ പ്ലാനിങ്ങിൽ വന്നതാണ്. അതെ, പ്ലാൻ ചെയ്ത് തന്നെ അങ്ങനെ ചെയ്തതാണ്. 4.5 സെന്റിനകത്ത് നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കൊണ്ടുവരണം അല്ലേ? അതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. ഒരു ആർക്കിടെക്റ്റിന് ഒരു ഓസ്കാർ അവാർഡ് പറയുന്നുണ്ടെങ്കിൽ, അത്രയും വലിയൊരു അവാർഡ് കിട്ടുമെങ്കിൽ അതിനെക്കാട്ടി വലിയൊരു അവാർഡാണ് സാർ ഇപ്പം നിങ്ങൾക്ക് തന്നത്. നമസ്കാരം, ഞാൻ വിഷ്ണു. ഞാൻ വീട് വിഷ്ണുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു സുന്ദര സ്വപ്ന മനോഹര ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ്. ഞാൻ നിൽക്കുന്നത് കൊല്ലത്താണ്. 2100 സ്ക്വയർ ഫീറ്റിൽ 45 ലക്ഷം രൂപയ്ക്ക് കൊളോണിയൽ മിക്സ് ആയിട്ട് നിർമ്മിച്ച ഈ സ്വപ്ന സുന്ദര മനോഹര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ചലഞ്ചസിന്റെ ഭണ്ഡാരമാണ്. അതായത് മൊത്തം 9.5 സെന്റ് സ്ഥലമാണ്. 2 സൈഡിലും റോഡ് ആക്സസ് ഉള്ള ഒരു പ്ലോട്ടായിരുന്നു ഇത്. ഈ പ്ലോട്ടിൽ ഒരു വീട് 4 ബെഡ്റൂമോടുകൂടി ഒറ്റ നിലയിൽ നിർമ്മിക്കുക എന്നുള്ള ഒരു ഭയങ്കരമായ ചലഞ്ച്. അതായത് സെറ്റ് ബാക്ക് ഫ്രണ്ടിൽ നിന്നും 2 സൈഡിൽ നിന്നും വിട്ട് കഴിഞ്ഞിട്ട് ഈ 4 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ഒരു വീട് സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ചലഞ്ച് ഏറ്റെടുത്തിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആർക്കിടെക്റ്റിനെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അജിംഷയാണ് ആർക്കിടെക്ട്. വെൽക്കം. ഹായ്, വെൽക്കം. സുഖമാണോ? സുഖം. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല. നമ്മളുടെ ആദ്യത്തെ വീഡിയോ വളരെ വലിയ ഹിറ്റായി. ആ ഹിറ്റിന് ശേഷമുള്ള സെക്കൻഡ് വീഡിയോ ആണ്. ഇതും വളരെ വലിയ ഹിറ്റാകും എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് കണ്ടന്റ്സ് ഉള്ള ഒരു സംഭവമാണ്. കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 9.5 സെന്റ് സ്ഥലം, അതായത് 2 സൈഡിലും സെറ്റ് ബാക്ക് വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് വെറും 4.5 സെന്റ് സ്ഥലമാണ്. ഈ 4.5 സെന്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചത്. ഈ 2100 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിച്ചെന്ന് മാത്രമല്ല 4 ബെഡ്റൂമോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ക്ലയന്റിന് ഒരു കാരണവശാലും ഒറ്റ നില വീട് തന്നെ മതി, 2 നില വീട് വേണ്ട. എങ്ങനെയായിരുന്നു ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തത്? സൈറ്റിൽ വരുമ്പോഴേ തന്നെ നമുക്ക് 2 സൈഡിലും റോഡുണ്ട്. ഇരുവശത്തും റോഡുള്ള ഒരു പ്ലോട്ടാണിത്. അപ്പോൾ അതിൻ്റെതായ ചലഞ്ച് എന്ന് വെച്ചാൽ ലീഗലി നമ്മൾ 3 മീറ്റർ സെറ്റ് ബാക്ക് വിടണം. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെല്ല ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെ കൺസർവ് ചെയ്യണം. എന്നിട്ടാണ് ബാത്റൂം ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് 4 ബെഡ്റൂം താഴെ തന്നെ നിർത്തേണ്ടതായിരുന്നു. സോ സ്റ്റെയർ വേണ്ട എന്നുള്ളൊരു ഇതായിട്ട് ക്ലയൻറ്റ് ആദ്യം തന്നെ നമ്മളടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ 9.5 സെൻറ്റിൽ 4.5 സെൻറ്റായിരുന്നു നമുക്ക് വീട് മാത്രം, ബിൽഡിംഗ് മാത്രം നിൽക്കുന്നത്. പോയിട്ട് ബാക്കിയുള്ള ഒരു 5 സെൻറ്റ്സാണ് നമുക്ക് അമ്യൂണിറ്റീസിനും സെറ്റ് ബാക്കിനും ആയിട്ട് വിടേണ്ടത്. സോ ഒരു കിണറിന് നമ്മൾ കൺസർവ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഫ്രണ്ടിലെ പാർക്കിങ്ങിനായിട്ടൊരു 3 കാർസ് കിടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ക്ലയൻറ്റിന് പറഞ്ഞിരുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും നമ്മൾ മീറ്റ് ചെയ്തു എന്നതാണ് ഇതിനകത്തെ പോസിറ്റീവ് സൈഡ്. അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വളരെ മനോഹരം എന്ന് പറയുമ്പോൾ ഒരു വാട്ടർ ബോഡി കൊണ്ടുവന്നു, 3 കാറിന് കിടക്കാനുള്ള സ്പേസ് കൊണ്ടുവന്നു. ഇത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു സംഭവം ഇതിന്റെ ഗേറ്റിന്റെ ഡിസൈൻ ആണ്. ഇത് ഫാബ്രിക്കേറ്റർ കുറച്ചിരുന്ന് വിയർത്തിട്ടാണ് ഈ ഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പറയുന്നത്. അതായത് ഒരു 6 ആക്ട് മൂവിംഗ് ഡിസൈൻ. അത് എങ്ങനെയാണ് 6 ആക്ട് മൂവിംഗ് ഡിസൈൻ അതിലേക്ക് വന്നത്? അത് ഗേറ്റ് വരുന്നത് നമ്മുടെ പോർഷൻ്റെ സെൻറ്റർ പാർട്ടായിട്ടാണ് വരുന്നത് പ്ലോട്ടിൻ്റെ. അപ്പം നമുക്ക് കോർണറിൽ കൊടുക്കാൻ പറ്റത്തില്ല ഗേറ്റ്, കാരണം ഒരു കർവായിട്ടുള്ള ഒരു സൈഡാണ്. അപ്പം ഒരു വളവിലാണ് ആക്ച്വലി പ്ലോട്ട് നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഗേറ്റ് അല്ലെങ്കിൽ നമ്മൾ എൻട്രൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്ചറാണ്, പാറ്റേൺ ആണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗേറ്റ് ത്രൂ ആണ് വീട്ടിലേക്കുള്ള എൻട്രൻസ്. ഗേറ്റും വീടുമായിട്ട് ഒരു സ്റ്റാൻഡ് അലോൺ, ഒരു യുണീക്നെസ് വേണം എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഗേറ്റാണ് ഫസ്റ്റ് ഇംപ്രഷൻ, അത് കഴിഞ്ഞാണ് വീട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ സിറ്റ് ഔട്ട് പോർഷനിലേക്ക് വന്നിരിക്കുകയാണ്. സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു വൈഡ് വരാന്തയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നു ഈ വൈഡ് വരാന്ത? ഈ പറയുന്ന ചെറിയ സ്പേസിൽ ഇത്രയും ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾ ഒട്ടും കുറച്ചിട്ടില്ല. നമുക്ക് വണ്ടി ഇടാനുള്ള സ്പേസ് കൂട്ടി, അതുപോലെ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ സ്പേസും കൂട്ടി. ഇതെങ്ങനെയായിരുന്നു ചെയ്യാൻ പറ്റിയത്? വരാന്ത നമുക്ക് സിറ്റ് ഔട്ട് അത്യാവശ്യം വലിയ സിറ്റ് ഔട്ട് തന്നെ വേണമെന്ന് റിക്വയർമെന്റിൽ ക്ലയന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ നമുക്ക് സെൻട്രിക് ആയിട്ടുള്ള ഒരു പ്ലുമേറിയ ഒരു വാട്ടർ ബോഡി ഉണ്ട്. അപ്പോൾ അവിടെ ഇൻബിൽട്ട് സീറ്റിംഗ് 2 വശത്തും കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ട് ഗസ്റ്റുകൾ അധികം വരുന്ന ഒരു സമയത്താണെങ്കിൽ പോലും നമുക്ക് പുറമേ ഇരുന്ന് സർവേയിൽ ചെയ്യാം. ഈസ്റ്റിലും നോർത്ത് ഫേസിംഗ് ആണ് ബിൽഡിങ്. ഈസ്റ്റിലും നോർത്തിലും നമുക്ക് റോഡ് വരുന്നുണ്ട്. അപ്പം ഇതൊരു വളരെ സെറീനായിട്ടുള്ളൊരു സ്പേസാണ്, ഒരു ഓപ്പൺ സ്പേസ്. സിറ്റ് ഔട്ട് അത്യാവശ്യം വലിയ രീതിയിൽ സാധാരണ കൊടുക്കുന്ന കണക്കൊരു കോമ്പാക്ട് സിറ്റ് ഔട്ട് അല്ല കൊടുത്തിരിക്കുന്നത്.
അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വീടിന് രണ്ട് സൈഡിലും സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടില്ല. പിന്നെ എടുത്ത ഏറ്റവും വലിയ ചലഞ്ചുകളിൽ ഒന്ന് ഈ പറയുന്ന ഈ വെല്ലിനെ ഇവിടെ നിലനിർത്തുക എന്നുള്ളതായിരുന്നു. ആ വെല്ലിനെ നിലനിർത്തി ആ ഭാഗം വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു ക്ലൈന്റ് അപ്രിസിയേഷൻ എഴുതി ബോർഡാക്കി വെച്ചിരിക്കുകയാണ് അവരുടെ കൺസ്ട്രക്ഷന്റെ അവരുടെ സർവീസിനെ പറ്റി. അത് നമുക്ക് പിന്നീട് ആ ക്ലൈന്റിലേക്ക് എത്താം. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൊറോക്കൻ സീരീസ് സ്റ്റൈലിന്റെ ഒരു പാറ്റേൺ കൊടുത്തിരിക്കുന്നു. ഒരു ബ്ലാക്ക് ഇതിൽ വളരെ കണ്ടാൽ ആ വൈറ്റ് വീടിന് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്പേസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നു അജിംഷ ഈ ഒരു ഡിസൈൻ? ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈൻ എങ്ങനെ റൈസ് ആയി? ഓക്കെ, ഇത് ഒരു പാറ്റേൺ ടൈൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. പാറ്റേൺ ടൈലിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെപ്പോത്രയുടെ ഗ്രാനൈറ്റ് നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് ഓൾമോസ്റ്റ് പ്ലെയിൻ ആണ്, വൈറ്റ് കളറിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ഇതിൻ്റെ ചില എലമെൻറ്റ്സിൽ നമ്മൾ ചെറിയ പാറ്റേൺസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗേറ്റിൽ കണ്ട സിക്സ് ആഗ്, പിന്നെ ജാളിയിൽ കണ്ടിരിക്കുന്ന ഒരു പാറ്റേൺസ്, പിന്നെ അതുപോലെ തന്നെ മൊറോക്കൻ പാറ്റേൺസ് വിത്തിൻ ടൈൽസ്. ഇത് വളരെ ആൾക്കാർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ തന്നെയാണ്. കാര്യം സിറ്റ് ഔട്ടിന്റെ പോർഷൻ ഇച്ചിരി വൈഡായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് കൂടുതൽ ഒരു അഗ്രസീവ്നെസ് ഫീൽ ചെയ്യും. ഇനി നമുക്ക് എടുത്ത് പറയേണ്ടത് ഇതിനകത്തെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ അയൺ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും സംശയമാണ്, വീടിന് അയൺ ഡോർ കൊടുക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? എന്താണ് അജിംഷയുടെ അഭിപ്രായം? ആസ് ആൻ ആർക്കിടെക്ട് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഭാവിയിൽ ഒരു വീട് വെക്കുകയാണെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സ്റ്റീൽ ഡോർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം സ്റ്റീൽ ഡോർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ, വുഡിനെ കമ്പാരിറ്റീവ്ലി വുഡാണല്ലോ അപ്പുറം നിൽക്കുന്നത്, അപ്പോൾ വുഡിനേക്കാളും ഒരുപാട് പോസിറ്റീവ്സ് ഉള്ളതാണ്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ഷൻസ് ടൈമിൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. കാരണം ടൈം കൺസ്യൂമിംഗ് അല്ല, ഇത് ലാസ്റ്റാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. കട്ടളവെപ്പ് പോലെ നമുക്ക് ആദ്യമേ ഒരു ചടങ്ങ് അങ്ങനെ വെച്ചിട്ടല്ല നമ്മളിത് പോകുന്നത്. പണ്ടത്തെ വീടുകളിൽ കട്ടളവെപ്പ് എന്ന് പറയുന്നത് ഒരു ചടങ്ങായിരുന്നു. ആ ചടങ്ങില്ല, ഇതെല്ലാം കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജിലാണ് കൊണ്ടുവെക്കുന്നത്. അതെ, ആഫ്റ്റർ പുട്ടിയാണ് നമുക്കിത് പ്ലേസ് ചെയ്യേണ്ടത്. ആഫ്റ്റർ പുട്ടി നമ്മളിത് പ്ലേസ് ചെയ്താൽ മതി. അത്രയും നാൾ നമ്മൾ ആ ഒരു ഗ്യാപ്പ് എത്രയാണോ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, 210 ലെവലിൽ ഹൈറ്റും ഒരു 115 to 120 വിട്ടും നമ്മൾ വിട്ടിരുന്നാൽ മാത്രം മതി. 115-120 വീതിയിലും 210 സെന്റിമീറ്റർ ഹൈറ്റിലും ആ ഗ്യാപ്പ് ഇട്ടിരുന്നാൽ മാത്രം മതി അയൺ ഡോർ സെറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് 13 ലോക്ക് ഉണ്ടല്ലേ? അതെ, ഇത് വുഡിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 13 ലോക്സ് ആണ് ഇതിന് വരുന്നത്. അതാണ് സേഫ്റ്റിയുടെ ഒരു കൺസേൺ നമുക്ക് മാർക്ക് കിട്ടും. അത് കൂടാതെ തന്നെ ഫയർ റെസിസ്റ്റന്റും ആണ്. വുഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീ പിടിക്കും, പക്ഷേ ഇതിന് ലെയേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ തീ പിടിക്കത്തില്ല. അങ്ങനെ പിന്നെ വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്. ഇതിപ്പോ കടൽ തീരമാണ്, കടൽ തീരത്ത് ഇരുമ്പിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാമോ എന്നുള്ള ഒരു ചോദ്യം ചലഞ്ചുണ്ട്. അപ്പൊ ഒരു കമ്പനിക്കാര് സ്പെഷ്യൽ കോട്ടിങ്ങോട് കൂടിയാണ് ഈ സാധനം തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ വീടിന്റെ അകത്തളത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അകത്തളത്തിലേക്ക് കടക്കുമ്പോൾ ഇതാണ് ഇതിന്റെ ലിവിംഗ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അജിംഷ, ഇവിടെ ഫാമിലി ലിവിംഗ്, ഫോർമൽ ലിവിംഗ് എന്ന് പറഞ്ഞ രണ്ട് സ്പേസ് കൊടുത്തിട്ടില്ല. ഫാമിലി ലിവിംഗും ഫോർമൽ ലിവിംഗും കൂടെ ഒരൊറ്റ ലിവിംഗ് റൂം ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ഡബിൾ ഹൈറ്റ് സ്പേസിലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ജിപ്സം സീലിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എത്ര ഇതിന്റെ സൈസ്? 380 by 360 ആണ് സെന്റിമീറ്റേഴ്സ്. ഇവിടെ നമ്മളൊരു ടിവി ബോർഡ് കൊടുത്തിരിക്കുന്നു, പ്ലൈവുഡ് വിത്ത് ലാമിനേഷൻ, പിന്നെ ഒരു ഷോക്കേസിംഗ് കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ഇവിടെ ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തപ്പോൾ വന്ന ആ ഒരു തോട്ട് പ്രോസസ്? ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത് വളരെ കോമ്പാക്റ്റ് ആയിരിക്കണം. എന്നാൽ പറയുന്ന ടി വി യൂണിറ്റ് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഇതെല്ലാം മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ 380 by 360 കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഏരിയ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറുതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ജെല്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഹൈറ്റിൽ നമ്മൾ ചെയ്തത്. അതെ, ഒരു 10 feet ആണ് സാധാരണ എല്ലാ റൂം ഹൈറ്റും വരുന്നത്, സീലിംഗ് ഹൈറ്റും. പക്ഷേ ഇവിടെ അതിൽ കൂടുതലുണ്ട്, ഏകദേശം 14 വരുന്നുണ്ട്. പിന്നെ ഈ കൊളോണിയൽ മിക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊളോണിയലിനകത്ത് ട്രഡീഷണൽ എലമെന്റ്സും വരാറുണ്ട്. അപ്പൊ രണ്ട് സ്ലോപ്പിംഗ് റൂഫ് നമ്മൾ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഹൈറ്റ് കൊടുത്തിരിക്കുന്ന പോർഷൻ അങ്ങനെയാണ് മാനേജ് ചെയ്തത്. ഇനി നമ്മൾ ഈ വന്നേക്കുന്ന ഇത് ഫയർ സ്പേസ് ആണല്ലോ. ഈ ഫയർ സ്പേസിൽ നമ്മൾ ഫുള്ളി മൊറോക്കൻ സീരീസ് വെച്ചിട്ടാണ് അതിനെ പാത്ത് വേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വീടിനകത്തേക്കുള്ള എൻട്രൻസ്. ഈ വീടിനകത്തേക്കുള്ള എൻട്രൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡിൽ നിന്നാൽ അവരുടെ നെയിം ബോർഡിനകത്തുനിന്ന് ഫസ്റ്റ് ഫയർ സ്പേസ്. ഇത് ഓൾറെഡി ഇതിങ്ങനെ പ്ലാനിങ്ങിൽ വന്നതാണ്. അതെ, പ്ലാൻ ചെയ്ത് തന്നെ അങ്ങനെ ചെയ്തതാണ്. കാരണം നമ്മൾ മെയിൻ ഡോർ തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ആൾട്ടർ ഒരു ഡിവൈൻ സ്പേസ് ആണ്. നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. സോ അത് തന്നെ ഡോർ തുറക്കുമ്പോൾ കിട്ടുക എന്നുള്ളതാണ്. പിന്നെ ക്ലയൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് സ്പേസ് തന്നെ ആൾട്ടർ സ്പേസ് ആയിരിക്കണമെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലീഡ് ചെയ്തു. അതായത് ഡോർ തുറന്നു കഴിഞ്ഞാൽ എന്തും നമ്മൾ ആൾട്ടറിലേക്ക് ലീഡ് ചെയ്യുന്ന കണക്ക്, പ്രൊഫൈൽ ലൈറ്റ് ആയാലും മുകളിൽ, പിന്നെ താഴത്തെ പാറ്റേൺ ടൈലിലായാലും. പിന്നെ അത് നമ്മളെ അടുത്ത ഒരു സ്പേസിലേക്ക്, അതായത് എൻ്റെ പാറ്റിയോയിലേക്ക് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ്. പാറ്റിയോയിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ ഇത് UPVC വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഡോർസ് ആൻഡ് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഗ്ലാസിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഈ പ്രത്യേകത? ഇത് നമ്മൾ ടഫ് ആൻഡ് ലാമിനേറ്റഡ് ആണ് ചെയ്തിരിക്കുന്നത്. ടഫ് ആൻഡ് ലാമിനേറ്റഡ്, അതായത് സാൻഡ്വിച്ച് ഷീറ്റ് ഇത് പൊട്ടത്തില്ല,
ഒരിക്കലും പൊട്ടില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ ലെപ്പോത്ര ഗ്രാനൈറ്റ്സ് കൊടുത്തിട്ട് ഇവിടെ വുഡൻ ഫിനിഷിന്റെ ഒരു സ്പേസ് കൊടുത്ത് നമ്മുടെ കോമ്പൗണ്ട് വാളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തിരിക്കും. കോമ്പൗണ്ട് വാളുമായിട്ട് കണക്ട് ചെയ്ത് സ്ട്രക്ചറിൽ കണക്ട് ചെയ്ത് മുകളിൽ നമ്മൾ പോളികാർബണേറ്റ് ഷീറ്റ്സ് ഇട്ടിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു പാറ്റോ സ്പേസ് ആയി. ഈ പറയുന്ന 4.5 സെന്റിൽ വീടും അതിനകത്തുള്ള ഈ പാറ്റോ സ്പേസ് എങ്ങനെയായിരുന്നു ഇതിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നമ്മളൊരു കിണർ കൺസർവ് ചെയ്യണമായിരുന്നല്ലോ. അപ്പോൾ ഏകദേശം ഒരു 3 മീറ്റർ നമ്മൾ നിർബന്ധമായിട്ട് ഇവിടുന്ന് വിടേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്പേസ് വീടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആകുക എന്നുള്ളതായിരുന്നു ഡിസൈനിൽ നമ്മൾ കണ്ടുവച്ചിരുന്ന ഒരു ഓപ്ഷൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് കവർ ചെയ്തതും പോളികാർബണേറ്റ് ഷീറ്റ് ഇട്ടതും പിന്നെ ഇതിന് ഇവിടെ ടൈൽസ് തന്നെ ഇട്ട് നമ്മളൊരു സ്പേസ് ആക്കി എടുത്തത്. അപ്പം വീടിൻ്റെ ഒരു ഫാമിലി ലിവിങ് ഇല്ലെങ്കിൽ പോലും ഇത് ഫാമിലി ലിവിംഗ് ആയി ആക്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് വന്നിരിക്കുന്നത്. സത്യമാണ്, ശരിക്കും ഫാമിലി ലിവിംഗ് ഇല്ല എന്നുള്ള എൻ്റെ വിഷമം ഇവിടെ വന്നപ്പോൾ മാറി കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത ഇതിന്റെ ഡൈനിങ് സ്പേസിലേക്ക്, അതായത് നമ്മൾ കയറി വന്ന സ്ഥലം മൊറോക്കൻ സീരീസിന്റെ ഫോയർ സ്പേസ്, അതിന്റെ പാത്വേയിലൂടെ നടന്നിട്ട് നമ്മൾ ഡൈനിങ് സ്പേസ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 സീറ്റർ ഡൈനിങ് ടേബിൾ, ഡൈനിങ് റൂം, അങ്ങനെ സംഭവം പറഞ്ഞു. ഈ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 8 വർഷമായിട്ട് പ്രോപ്പർട്ടി സെർച്ച് ചെയ്തിട്ട് വന്നൊരു ക്ലയന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ 8 വർഷമായിട്ട് അവർ വീട് വെക്കാൻ വേണ്ടിയിട്ട് പ്രൊക്യൂർ ചെയ്ത എല്ലാ സാധനങ്ങളും അവരാദ്യമേ കൊണ്ടു തന്നിട്ട് അത് ഞങ്ങളുടെ വീട്ടിലേക്ക് വെക്കണം എന്നാണ് അജിംഷയോട് പറഞ്ഞത്. അത് എങ്ങനെയായിരുന്നു ആ ഒരു ചലഞ്ച് വന്നപ്പോൾ അതിനെ ആ ഒരു എക്സിക്യൂഷൻ എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും? ഒരുപാട് ക്യൂരിയോസും സൊവീനേഴ്സും ക്ലയന്റിന്റെ ഭാഗത്ത് നിന്ന് അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളൊരു ചലഞ്ചായിരുന്നു. സോ ഇവിടെ തന്നെ 2 ക്രോക്കറി ഷെൽഫ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അതിനെല്ലാം കൂടെ വേണ്ടിയിട്ട്. മാത്രമല്ല ഡൈനിങ് ഏരിയ ആണ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഏരിയ കൂടുതലാണ്. അതെ, കാരണം 8 സീറ്റർ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ തന്നെയാണ് പാത്ത് വേ വരുന്നത്, നമുക്ക് പാസേജ്, അതായത് ബെഡ്റൂംസിലേക്കുള്ള പാസേജ്. അങ്ങനെ ഇതൊരു മൾട്ടി ഫംഗ്ഷൻ ഏരിയ ആണ്. വാഷ് വരുന്നുണ്ട്, 2 ബെഡ്റൂംസിലേക്കുള്ള എൻട്രൻസ് വരുന്നുണ്ട്, കിച്ചണിലേക്കുള്ള ആക്സസ് വരുന്നു, അൾട്രം വരുന്നുണ്ട്. സോ ഇവിടാണ് ഏറ്റവും കൂടുതൽ അവർ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ. അതായത് ഫാമിലി ലിവിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാറ്റിയോയും ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നോട് പറഞ്ഞല്ലോ ഇതിനെന്തോ ഒരു വലിയ പ്രത്യേകതയുണ്ട്, ഇത് ഏതാണ്ട് വലിയ സംഭവമാണ് എന്ന് പറഞ്ഞല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് സപ്പറിന്റെ ഒരു പിക്ചറാണ്, അത് ഓയിൽ പെയിന്റിംഗ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ അതിനും മനോഹരമായിട്ട് ഇതിനകത്ത് എന്തോ ഒരു ചലഞ്ച് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് കാണിച്ചു തന്നെ. നമുക്കിത് ആക്ച്വലി തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് ക്ലോസ് ചെയ്യാം. നമ്മുടെ വീടിന്റെ DB സെക്ഷൻ അത്യാവശ്യം വലിയ DB ആണ് വരുന്നത്. അപ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ലാസ്റ്റ് സപ്പറിന്റെ ഒരു പെയിന്റിങ് കൊടുത്തിട്ട് അത് വെച്ച് കവർ ചെയ്തത്. ഒന്നും പറയാനില്ല, താങ്ക് യു. കാരണം പല ആൾക്കാരും ഈ സാധനം തുറന്നു വെച്ചിട്ട് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തത്. പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വാഷ് കൗണ്ടർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഏരിയയിലേക്ക് കടന്നിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഡിസൈനിങ്ങിൽ വന്ന സമയത്ത് വന്ന ആ ഒരു സ്പേസ് പർട്ടിക്കുലർലി ഇതിനു വേണ്ടി വിട്ടിട്ട് തന്നെ ചെയ്തതാണ്. അതെ, അതായത് ഡൈനിങ്ങിൽ തന്നെ ആയിരിക്കണം. ഡൈനിങ് ആണ് നമ്മളുടെ ഫോക്കസ് ആയിട്ടുള്ള ഏരിയ. പക്ഷേ ഡൈനിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. അപ്പോൾ അവിടെ വാഷ് കൊണ്ടുവരുമ്പോഴൊരു ഡിസ്റ്റർബൻസ് വരരുത്. അപ്പോൾ ഒരു നിഷ് ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് ഉള്ളിലേക്കാണ് വാഷ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാഷിന്റെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഒന്നും ഡൈനിങ്ങിൽ ഇരിക്കുന്നവർക്ക് കിട്ടില്ല. പിന്നെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ സ്ഥലമില്ല. 4.5 സെന്റിനകത്ത് നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കൊണ്ടുവരണം, അല്ലേ? അതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. ഇനി ഏറ്റവും രസകരമായ സംഭവം കിച്ചൺ. അവർക്ക് ഷോ കിച്ചൺ, അതുപോലെ തന്നെ അവർക്ക് വർക്ക് ഏരിയ കിച്ചൺ എല്ലാം വേണമായിരുന്നു. അതെല്ലാം നിങ്ങൾ ഇൻക്ലൂഡിങ് സ്റ്റോർ റൂം ഉൾപ്പെടെ. എങ്ങനെയായിരുന്നു ഈ സ്റ്റോറി? കിച്ചൺ എന്ന് പറയുന്നത് ആക്ച്വലി സാധാരണ നമ്മൾ കണ്ടുവരുന്ന നമുക്ക് റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലോ അങ്ങനെ ഒരു കിച്ചൺ അല്ല. ഇതൊരു 240 ഇതിന് വിട്ടുള്ളൂ. 240 വിട്ടും അതിൻ്റെ കൂടെ 415 ആണ് ലെങ്ത് വരുന്നത്. അതിൽ തന്നെ നമ്മൾ വർക്ക് ഏരിയ കിച്ചൺ ഒന്നും സെഗ്രിഗേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് 2 ഓപ്പൺ ആണ്. അപ്പം കിച്ചണിൽ തന്നെ നമ്മൾ എല്ലായിടത്തും സ്ലാബ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോറേജ്, ഒരു സ്റ്റോർ റൂം പോലെ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിച്ചു. ആക്ച്വലി ഈ ഒരു ഏരിയയിൽ നമുക്ക് ബാക്കിയെല്ലാം നിർത്താനുള്ള മെയിൻ ഒരു റീസൺ എന്ന് വെച്ചാൽ കിച്ചണിൽ നമ്മൾ പ്ലാൻ ചെയ്തതിലാണ്. സ്പേഷ്യൽ പ്ലാനിങ് ഓഫ് കിച്ചൺ ആണ് ഇതിന്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ശരിക്കും ഇവിടെ നമ്മളൊരു ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ കിച്ചൺ ഉണ്ടായിരുന്നതെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഇടുങ്ങിപ്പോയി. അപ്പം ഇപ്പൊ ഇത് വലുതായി, അതായത് ഷോ കിച്ചണും ഉണ്ട്, വർക്ക് ഏരിയ കിച്ചണും ഉണ്ട്, സ്റ്റോർ റൂമും ഉണ്ട്. അവരുടെ പർപ്പസ് എല്ലാം ഒരേ സ്പേസിൽ തന്നെ മീറ്റ് ചെയ്യുകയും ചെയ്യും. അത് വളരെ മനോഹരമായിട്ടുള്ള, വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് അജിംഷ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇനി മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമുക്ക് പോകേണ്ടത്. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ ഇപ്പൊ 4 ബെഡ്റൂംസ് ആണ് ഉള്ളത്. അതായത് സാറും വൈഫും 2 പെൺകുട്ടികളും പിന്നെ അവരുടെ ഗ്രാൻഡ് പേരൻസും ആണ് ഇവിടെ താമസിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് 4 ബെഡ്റൂംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 ബെഡ്റൂംസിനകത്ത് ശരിക്കും അതൊരു വാർഡ്രോബ് ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ശരിക്കും ഒരു ചലഞ്ച് തന്നെയാണ്. അതിനെ ഇങ്ങനെയാണ് അജിംഷ പ്ലാൻ ചെയ്തത്, അല്ലേ?
വളരെ മനോഹരമായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാ സാധനവും വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ മാസ്റ്റർ ബെഡ്റൂം വന്നപ്പോൾ ആ ഒരു തീം? ഓക്കെ, നമുക്കിവിടെ 2 ബെഡ്റൂംസിനകത്ത് വാക്ക് ഇൻ വാർഡ്റൂം ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 14/12 ആണ്. അതിൻ്റെ കൂടാണ് നമ്മൾ ഈ പറയുന്ന കണക്ക് വാക്ക് ഇൻ വാർഡ്രോബ് സെറ്റ് ചെയ്തത്. അതിൽ തന്നെ മാക്സിമം സ്റ്റോറേജ്, ക്ലയൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് ക്ലോത്ത്സിന് വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഫ്റ്റ് വരെ നമ്മൾ വാർഡ്രോബ്സ് സെക്ഷൻ കൊടുത്തു. പിന്നെ നിഷ്യസ് ഒരു TV യൂണിറ്റ് അത്രയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ വാർഡ്രോബ്സ് സെറ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ട്രാൻസ്പെറന്റ് ഗ്ലാസ് ആണ്. സാധാരണ പലയിടത്തും അങ്ങനെ കൊടുക്കാറില്ല. ട്രാൻസ്പെറന്റ് ഗ്ലാസ് കൊടുത്തതിനുണ്ടായ പിന്നിലുള്ള ഒരു രഹസ്യം? നമ്മൾ ആദ്യമേ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും, കുറച്ച് ട്രാൻസ്പെറൻസി കാണും, അതുമായിട്ട് ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ചോദിച്ചിരുന്നു. 3D കാണിച്ചപ്പോൾ തന്നെ അവർക്ക് ഓക്കെ ആയിരുന്നു ആ സംഭവം. പിന്നെ ഇപ്പോഴും എല്ലാം മാറി വരുന്ന ഒരു ഇതായതുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്തു, ഓക്കെ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഇതിന്റെ ഈ പറയുന്ന വാർഡ്രോബ്സിന്റെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വീണ്ടും വാർഡ്രോബ്സിന്റെ സ്പേസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബാത്റൂം. ഈ ബാത്റൂമിൽ ശരിക്കും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ നമ്മൾ പാനൽ കൊടുത്തൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നു ഇതിന്റെ ഒരു? അത് നമ്മൾ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന ടൈലിന്റെ ലെവൽ ഡിഫറൻസ് വെച്ചിട്ടാണ്. ഒരു 15 സെന്റിമീറ്റേഴ്സ് സങ്കണായിട്ടാണ് കിടക്കുന്നത്. അത് കൂടാതെ തന്നെ ടൈലിൽ ഒരു 5 സെന്റിമീറ്റേഴ്സ് ഷവർ ഏരിയ ഡെപ്തിൽ കിടക്കും. അപ്പൊ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ടൈലിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ ആ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേഷന് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് അജിംഷ പറയുന്നത്. ഇതാണ് മക്കളുടെ റൂം അല്ലേ? അവരുടെ ഡോട്ടറിന്റെ റൂം ഇതാണ്, മൂത്ത കുട്ടിയുടെ റൂം ഇതാണ്. ഈ റൂം ശരിക്കും അതേപോലെ തന്നെ വാർഡ്രോബ്സ്, അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം വിത്ത് ബേ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതില് 2 ബെഡ്റൂംസിൽ ബേ വിൻഡോ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബേ വിൻഡോയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോർണറിൽ ഇവിടെ ഇപ്പൊ നമുക്ക് വെളിയിൽ ചെടി കാണാം, ആ വാട്ടർ ബോഡി കാണാം, വെളിയിലോട്ടുള്ള ആക്സസും ഉണ്ട്. എന്തായിരുന്നു ഇവിടുത്തെ താങ്കളുടെ ഒരു ഇംപ്ലിമെന്റേഷൻ? എൽഡർ ഡോട്ടറുടെ ബെഡ്റൂം ആണിത്. ഇപ്പം 11/12 ആണ് ഇതിന്റെ ഏരിയ വരുന്നത്, ബെഡ്റൂമിന്റെ മാത്രം. അത് കൂടാതെ അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കോർണർ ബേ വിൻഡോ കൊടുത്തത്. ഈ കോർണർ ബേ വിൻഡോ ഫേസ് ചെയ്യുന്നത് വീടിന്റെ നോർത്ത് സൈഡിലും ഈസ്റ്റ് സൈഡിലേക്കുമാണ്. നമ്മൾ ആ പുറത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോയി ഫിഷ് പോണ്ടിലേക്കും പിന്നെ ആ ഒരു പ്ലുമേറിയയിലേക്കുമാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അത് വളരെ മനോഹരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഡോട്ടറുടെ റൂമാണ് ഇതിനോട് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും വലിയ രസമായിട്ട് തോന്നുന്നത് ഇവിടെ ഈ ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള ആ ബാത്റൂമിന്റെ ഭാഗം വെളിയിൽ ജാളി വർക്കിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു പോർഷനെ വളരെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ടോട്ടൽ 45 lakhs എന്ന് പറയുന്നത് 2100 സ്ക്വയർ ഫീറ്റ്, 2100 സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആണ്. ഇന്റീരിയർ എല്ലാം കൂടി എത്ര എക്സ്പെൻസ് ആയിട്ട്? ഏകദേശം 18 lakhs ആണ് നമുക്ക് ഇന്റീരിയർ. 18 ലക്ഷം രൂപ ഇന്റീരിയർ ഇൻക്ലൂഡിംഗ് അപ്ലയൻസസ്, ഹോം അപ്ലയൻസസ് ഉൾപ്പെടെ, ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ. ശരിക്കും വീട്ടിലേക്കുള്ള ഹോം അപ്ലയൻസസ് കൂടെ ചേർത്തിട്ടാണ് ഇന്റീരിയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് രണ്ടും കൂടി ചെയ്യുമ്പോൾ 18 ലക്ഷം രൂപയായി. ലാൻഡ്സ്കേപ്പ്, കോമ്പൗണ്ട് വാള്, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടി എത്ര വന്നിട്ടുണ്ട്? ഏകദേശം 7 lakhs. അപ്പം ടോട്ടൽ 70 lakhs ആണ് ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വീടിന്റെ ആൾക്കാരെ ഒന്ന് കണ്ടാലോ, അതുപോലെ ജിംഷയുടെ ടീംമേറ്റ്സിനെ കൂടെ ഒന്ന് നമുക്ക് കാണാം. ഒറിജിനൽ ഏതെന്നറിയാൻ വെരി ഈസി. ഓർക്കുക, ബീന VGC. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫിംഗ് ആൻഡ് ആക്സസറി സ്റ്റോർ VGC ബീന, കായംകുളം. നമസ്കാരം സാറേ. നമസ്കാരം. എന്ത് ചെയ്യുന്നു സാറ്? ഞാൻ സജീവ് ജോസഫ്, IDBI ബാങ്ക് മഞ്ചേരി ബ്രാഞ്ചിലും മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഹൗസ് വൈഫാണ്. ശരിക്കും നമ്മൾ വന്ന് കണ്ടപ്പോൾ ഒരു പ്രശ്നം പറഞ്ഞല്ലോ, ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചത് ശരിക്കും ആർക്കിടെക്റ്റിനെ കണ്ടിട്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് കിട്ടിയിരുന്നതിന്. സാറിൻ്റെ എക്സ്പീരിയൻസിൽ ഒരു വീട് വെക്കുന്ന ഒരാൾ വീട് വെക്കുന്നതിന് മുന്നേ, ആ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ആർക്കിടെക്റ്റിനെ കാണുന്നതിന് ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയാം? ഉറപ്പായിട്ടും ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആളുകളും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. നമ്മൾ ആ സമയത്ത് വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണം, നമുക്കൊരു വീട് വെക്കണം എന്നുള്ള ഉൾക്കാഴ്ച ഉണ്ടെന്നല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ച് നമുക്ക് ഒരു ബോധമോ അല്ലെങ്കിൽ അറിവോ ഇല്ല. ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ അത് തന്നെയാണ്, നമുക്ക് ഒരു സ്ക്വയർ പ്രോപ്പർട്ടി വേണം, താഴെ മാത്രമുള്ള ഒരു വീട് വെക്കണം. താഴത്തെ നില മാത്രമല്ല, ഒരു നില വീട്. മാമിൻ്റെ ആഗ്രഹമായിരുന്നു, വൈഫിൻ്റെ ആഗ്രഹമായിരുന്നു. അതേപോലെ എൻ്റെയും ഒരു വൈഫ് അത് ഒത്തിരി വർഷങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞാനും പിന്നെ ആ തീരുമാനത്തിലേക്ക് എത്തി. എനിക്ക് ആദ്യം അത് അങ്ങനെ അല്ലായിരുന്നു, മുകളിലുള്ളൊരു വീട് വെക്കണമെന്നായിരുന്നു താല്പര്യം. പിന്നെ വേണ്ട, പിന്നെ ആലോചിച്ചപ്പം നല്ലതാണ്, താഴത്തെ മാത്രം അതിൻ്റെതായ ഗുണങ്ങളും ഭംഗിയും ഉണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാനും ഒരു ഈസിനെസ് ഉണ്ടാവും. വസ്തു വാങ്ങിച്ചത് ഈ രണ്ട് സൈഡും റോഡ് ആക്സസോട് കൂടി തന്നെയായിരുന്നു അല്ലേ?
അതെ, വസ്തു വാങ്ങിക്കുമ്പോൾ ഈ റോഡുണ്ട്, പിന്നെ മെയിൻ റോഡും ബസ് സൗകര്യവും ഉള്ളത് നമ്മളിത് കണ്ടുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. പക്ഷേ അതിലുണ്ടായ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലും സെറ്റ് ബാക്ക് വിട്ടപ്പോൾ അത്ര ഏരിയ അങ്ങ് കിട്ടി. ഉറപ്പായിട്ടും അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അതിനാണ് നമ്മൾ വസ്തു വാങ്ങിക്കുന്നതിന് മുന്നേ ആർക്കിടെക്റ്റിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗുണം ഉണ്ടാവും എന്ന് പറയുന്നത്. പക്ഷേ ഇവര് അജിം ഷാ ഡിസൈനിങ്ങിൽ നിങ്ങളുടെ ആവശ്യമുള്ള എല്ലാ സാധനവും ചെയ്തു തന്നല്ലേ? തീർച്ചയായിട്ടും എല്ലാം A to Z സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റി. ശരിക്കും ഇത് 45 lakhs ആണ് വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ്. 18 ലക്ഷം രൂപ ഇന്റീരിയറിനായിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പ് വന്നിരിക്കുന്നത് 7 lakhs ആണ് വന്നിരിക്കുന്നത്. ടോട്ടൽ 70 lakhsന്റെ പ്രൊജക്റ്റ് ആണ് ഓൾ ടുഗദർ വന്നിരിക്കുന്നത്. അപ്പം ഈ വീട് സാറ് വേറെ ആരും ചെയ്യത്തില്ല. നമ്മളുടെ വെല്ലിന്റെ അവിടെ ഇവരെ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിനൊരു അങ്ങനൊരു കാരണം? അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അതിനൊരു കാരണം ഉണ്ടായത്? അല്ല, എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. കാരണം ഞാൻ ഏത് ജോലി എടുത്ത് ചെയ്താലും അത് ഒരു പൂർണ്ണതയോടെ ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. ഏത് ജോലി ആയാലും അതിലൊരു കംപ്ലീഷൻ വേണം, പെർഫെക്ഷൻ വേണം. അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ പിന്നെ അതുപോലെ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഞാൻ എപ്പോഴും നന്ദി പറയാനെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഏത് കാര്യത്തിലും ഇതിപ്പം ഒരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ആദ്യം തൊട്ടേ ഉണ്ട്. ഇവർ ഇങ്ങനെ എൻ്റെ കൂടെ നിന്ന് ഇത്രയും നമുക്ക് ഇത്ര സപ്പോർട്ട് ചെയ്ത ഒരു ടീമാണ്. അപ്പോൾ അവരെ നമ്മൾ മറക്കത്തില്ല, ഒരിക്കലും നമ്മൾ അവരെ മറക്കത്തില്ല. പക്ഷേ എന്നും അവരെ ഓർക്കണം. ഏത് സമയം അവരെ നമ്മൾ വരുന്നവരും കാണണം, ആരാണിത് ചെയ്തത് എന്നൊരു 10 പേര് കാണട്ടെ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനത് ചെയ്തത്. അവർക്കൊരു അപ്രിസിയേഷൻ, എൻ്റെ മനസ്സിനും ഒരു സംതൃപ്തി. ശരിക്കും ആർക്കിടെക്ചർ ഒരു ഓസ്കാർ അവാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അതാണ് ഇപ്പൊ കേട്ട കാര്യം. പിന്നെ ഈ ഓസ്കാർ അവാർഡിന് വേറൊരു 3 പേർ കൂടെ അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്. അവരെ കൂടെ നമുക്കൊന്ന് കാണാം. അപ്പൊ സാർ, എനിക്കിവിടെ വന്ന് വീഡിയോ എടുക്കാൻ സാധിച്ചതിൽ, അനുവദിച്ചതിൽ വളരെയധികം നന്ദി. പിന്നെ ഒരുപാട് സന്തോഷത്തോടെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി ദീർഘകാലം ഈ വീട്ടിൽ താമസിക്കാനുള്ള അനുഗ്രഹം ദൈവം തമ്പുരാൻ തരട്ടെ. അപ്പൊ നമ്മുടെ മറ്റേ ടീമിനെ കൂടെ, ബാക്കിയുള്ള അജിം ഷാ ടീമിനെ കൂടെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ വീഡിയോ സൈൻ ഔട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു അജിം ഷായുടെ ഓസ്കാർ അവാർഡ് കിട്ടുമെങ്കിൽ, ഒരു ആർക്കിടെക്റ്റിന് ഒരു ഓസ്കാർ അവാർഡ് പറയുന്നുണ്ടെങ്കിൽ, അത്രയും വലിയൊരു അവാർഡ് കിട്ടുമെങ്കിൽ അതിനെക്കാട്ടി വലിയൊരു അവാർഡാണ് സാർ ഇപ്പം നിങ്ങൾക്ക് തന്നത്. ശരിക്കും വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഒരു ക്ലയന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്ലയന്റ് കം ആർക്കിടെക്ട് കം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു 3 ഘട്ടത്തിൽ ഈ 3ഉം കൂടെ മെർജ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. ശരിക്കും 4 പേരുടെ ടീമിന് അത് ചെയ്യാൻ കഴിഞ്ഞു. എന്തായിരുന്നു ഇതിനകത്ത് നിങ്ങൾ ചെയ്ത ആ ഒരു ടിപ്പ്? ഇതിനെല്ലാം മെർജ് ചെയ്ത് വൃത്തിയായിട്ട് ചെയ്യാൻ ചെയ്ത ടിപ്പ് എന്തായിരുന്നു? അതിനകത്ത് പ്രധാനമായിട്ടും ഉള്ള കാര്യം എന്ന് പറയുന്നത് 4 പേരും ഒത്തൊരുമയോടുകൂടി എല്ലാ കാര്യങ്ങളെയും സംയോജിപ്പിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് തുടക്കം മുതൽ അതിൻ്റെ ഡിസൈനിങ് അജിം ഷായിൽ തുടങ്ങി, അതിൻ്റെ കൺസ്ട്രക്ഷൻ ഞങ്ങളിലൂടെ പോയി, ഇതെല്ലാം എല്ലാവരെയും ഏകോപിപ്പിച്ച് ഒരേ മനസ്സോടുകൂടി എല്ലാവരും ഒരേ എനർജിയോടുകൂടി നിന്ന് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ഫൈനൽ ഈ റിസൾട്ടിലേക്ക് എത്തിയത്. അപ്പം വളരെ നല്ല കാര്യം. ഒരുപാട് നിങ്ങളുടെ ഫേമിൻ്റെ പേര് എർത്തേൺ സ്കെയിൽ ഡിസൈൻ കൺസോർഷ്യം. ഇത് കോട്ടയത്താണ്. അതോടൊപ്പം തന്നെ അതിനകത്ത് ഞങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ 2 വശവും ഒരേപോലെ പോയാലേ ശരിയാവും. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ ഇവിടുത്തെ ഈ ഫാമിലിയാണ്. സാറും മാമും അതുപോലെ തന്നെ കുട്ടികളും അവരെല്ലാവരും അതിനകത്ത് നമ്മൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാര്യത്തിൽ ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെങ്കിൽ പോലും ഫൈനലിൽ എത്തുമ്പോഴത്തേക്കും നമുക്കിത് മതി എന്ന് തീരുമാനിച്ച് അത് ചെയ്ത് അത്തരത്തിൽ നമ്മൾ ഈ റിസൾട്ടിലേക്ക് എത്തുന്നതിൽ അവരും നമുക്ക് അത്രയും സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ BGC ബീനയിൽ വന്ന് ഇതിന്റെ ടൈൽസും സാനിറ്ററി എല്ലാം എടുത്ത് ഈ വീടിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തതിൽ എനിക്കും എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു നന്ദി പറയുന്നു. താങ്ക് യു. അപ്പം ഒരുപാട് വീടുകൾ നല്ല മനോഹരമായിട്ട് ചെയ്ത് ഇതുപോലെ സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഒരുപാട് നല്ല നല്ല പ്രൊജക്റ്റുകൾ വരട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ വിഷ്ണു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.